ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ ചെന്നിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ കട്ടപ്പനയിലെ വലിയ തോവാള ഇടവകയിലെ പല കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു 50ഓളം പേര് ഒരു ടൂറിസ്റ്റ് ബസ്സിനാണ് പോയത്. രാവിലെ 6 മണിക്ക് തന്നെ ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. കമ്പംമെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കരുതിയിരുന്നു. അത് കമ്പം കഴിഞ്ഞിട്ടുള്ള ഒരു ടോൾ ബൂത്തിൻ്റെ സൈഡിൽ ബസ് പാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് ഞങ്ങൾ കഴിച്ചു. അവിടെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഇനിയിപ്പം സ്വന്തം വണ്ടിയും കൊണ്ട് പോകുന്നവരാണെങ്കിൽ പോലും തണലത്ത് വണ്ടി ഒതുക്കി കയ്യിൽ കരുതിയിട്ടുള്ള ഭക്ഷണം സൗകര്യപ്രദമായി ഇരുന്ന് കഴിക്കാനൊക്കെ സാധിക്കും. അതും കേരളത്തിൽ വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് പാതയുടെ ഇരുവശങ്ങളിലും തണലേകി നിരനിരയായി നട്ടി പരിപാലിച്ചു വരുന്ന മരങ്ങൾ. വഴിയോര കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പുതിയ റോഡുകളും ഫ്ലൈ ഓവേഴ്സും വമ്പൻ കെട്ടിടങ്ങളും, അതും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന മാറ്റങ്ങൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും. തഞ്ചാവൂരൊക്കെ ചെന്ന പിന്നെ കൊട്ടാരങ്ങളും അമ്പലങ്ങളും അങ്ങനെ പല പല കാഴ്ചകൾ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് ട്രിച്ചിയിലെ കേരള ഫുഡ് ഹബ് എന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള വെൽ നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നാട്ടിലെ കേരള സ്റ്റൈൽ ഫുഡൊക്കെ അവിടെ ലഭിക്കും. പക്ഷേ നമ്മൾ പോകുന്ന അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നല്ല മുല്ലപ്പൂ നിറമുള്ള പൊന്നേരി ചോറും സാമ്പാറും രസവും മറ്റു വിഭവങ്ങളും ചേർത്ത് ആണ് കഴിച്ചത്. ഞങ്ങൾ കൂടെ വന്ന കുറേ ഫാമിലി ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് റെസ്റ്റോറൻറ്റുകാർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. അവിടെ പള്ളിയോട് ചേർന്ന് തന്നെ പല വിശുദ്ധന്മാരുടെയും പേരിൽ, അതായത് സെൻറ്റ് അസീസി, സെൻറ്റ് ജോസഫ്, സെൻറ്റ് പീറ്റർ, ഇൻഫൻറ്റ് ജീസസ്, അങ്ങനെ പല പേരുകളിൽ റൂമുകൾ ലഭ്യമാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള റൂമാണ്. 6 മുതൽ 8 പേർക്ക് വരെ റൂമിൽ കിടക്കാൻ സാധിക്കും. ഒരു റൂമിന് 660 രൂപയാണ് ചാർജ്. AC ആണെങ്കിൽ 1660 രൂപയും. അത്രയാണ് ചാർജ് അവർ ഈടാക്കുന്നത്. അതല്ലാതെ പുറത്ത് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റിലും ഹോട്ടൽസിലും ലഭിക്കുന്ന റൂംസിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉച്ച കഴിഞ്ഞൊരു 3-4 മണിയോടുകൂടി വേളാങ്കണ്ണിയിൽ എത്തുന്നതാണ് നല്ലത്. കാരണം ആ സമയമാകുമ്പോഴേക്കും വെയിലേക്കൊന്ന് താന്ന് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ വീശി തുടങ്ങുന്ന സമയം. ഏകദേശം രാത്രി 9 മണി വരെ നമുക്ക് എല്ലാ പള്ളികളിലും ഒന്ന് കയറി വേണ്ടുന്ന നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താൻ സാധിക്കും. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ അവിടെ കാണാനും എക്സ്പ്ലോർ ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഇങ്ങനൊരു കാഴ്ചയുണ്ട്. നമുക്ക് തോന്നുന്നൊരു കാഴ്ച ബംഗ്ലാവാണെന്ന്. എന്നാൽ ഇത് കാഴ്ച ബംഗ്ലാവല്ല, മറിച്ച് ഓരോരുത്തർ വിശ്വാസം അനുസരിച്ച് അവർ മാതാവിനെ കാഴ്ചവെക്കുന്ന മൃഗങ്ങളാണിവ. ആടും കോഴിയും മുയലും താറാവും പ്രാവും അങ്ങനെ കുറേ ജീവികൾ, ഇവയെല്ലാം ഒന്നിച്ചൊക്കെ ആയിട്ടായിരിക്കുന്നത്. നടക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നടന്ന് കാണാൻ ഒരുപാട് ഇടമുണ്ട് ഇവിടെ. ഏകദേശം ഒരു 100-150 ഏക്കർ സ്ഥലത്താണ് ഈ പള്ളികളൊക്കെ ഇരിക്കുന്നത്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ജനത്തിരക്കായിരിക്കും. ഞങ്ങൾ ഏപ്രിൽ മാസമാണ് പോയത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വലിയൊരു ജനത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റൂം കിട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. നിങ്ങൾ വരുമ്പോൾ റൂം പള്ളിയോട് ചേർന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈ റൂംസ് അഡ്വാൻസ് ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാനൊന്നും പറ്റില്ല. നേരിട്ട് ഏതെങ്കിലും ഒരു ID കാർഡൊക്കെ വെച്ച് വേണം റൂം എടുക്കാൻ. ഇവിടെ ഈ റൂമിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയയും മറ്റ് സൗകര്യങ്ങളും ഉണ്ട്. പാർക്ക് ചെയ്യാൻ വേണ്ടി അതിലെ ഓടി നടന്ന് വിഷമിക്കൊന്നും വേണ്ട. അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. അത് വലിയ വണ്ടിയാണേലും അതെ, സ്വന്തം വണ്ടിയാണേലും അതെ. ഇവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളാൻ ഇടമുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. വളരെ നിശബ്ദതയും ശാന്തതയും നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ. പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാത്ത പോലും അവിടെ പോയിരുന്നാൽ പ്രാർത്ഥിച്ചു പോകും. പിന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. പിന്നെ അവിടെ ഫുള്ളി എയർ കണ്ടീഷനുമാണ്. ഇത് വളരെയധികം പ്രത്യേകം നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ആൽത്തറയൊക്കെ ഉണ്ട്. ഇതെല്ലാം പല പല കൗണ്ടറുകളാണ്. ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അത് മറ്റൊരു കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ
നമുക്ക് വെഞ്ചിരിച്ച ഓയിലും വെള്ളമൊക്കെ ലഭിക്കും. ഈ ഓയിൽ ലഭിക്കുന്നതാണെങ്കിലോ മാതാവിൻ്റെ രൂപത്തിലാണ്. അത് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും 30 രൂപയ്ക്കും പല പല സൈസുകളിൽ ലഭിക്കും. അങ്ങനെ പല സൈസിലുള്ള മാതാവിൻ്റെ രൂപങ്ങൾ മേടിച്ചു കൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വലിയ രൂപങ്ങൾ മേടിച്ചു കൊണ്ട് പോകുന്നവർ നേരെ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് മാതാവിൻ്റെ തീർത്ഥം ലഭിക്കുന്നത്. അത് ഈ കുപ്പിയിൽ നമുക്ക് ശേഖരിച്ചുകൊണ്ട് പോകും. അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനൊരു മരം കാണാം. അതിൽ നിറച്ചും ചെറിയ ചെറിയ തൊട്ടികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർച്ചയായിട്ട് ഈ മരത്തിലെ ചെറിയ തൊട്ടികളൊക്കെ കെട്ടിത്തൂക്കിയിടും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്നാണൊരു വിശ്വാസം. വേളാങ്കണ്ണി വരുന്ന ഭൂരിഭാഗം ആൾക്കാരും നിർവഹിക്കുന്ന മറ്റൊരു നേർച്ചയാണ് ഏകദേശം 1/2 കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന മണലിലൂടെ മുട്ടിലെഴയുന്നത്. ഈ ഒരു നേർച്ച കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഒരു 6 മണിക്ക് ശേഷം. കാരണം അപ്പോഴേക്കും മണലിലെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയം. ഇതിൻ്റെ ഇരുവശങ്ങളിലും കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളുണ്ട്. അതിനാൽ കുരിശിൻ്റെ വഴി പോകുന്നവരെയും കൊന്ത പോകുന്നവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നേർച്ചയാണ് തലമുണ്ടനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ കൊണ്ടുവന്ന് ആദ്യമായി മുടിയെടുക്കാമെന്നൊക്കെ പലരും നേർച്ച നേറാറുണ്ട്. ഇതിനായി ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുടി മുറിച്ചതിന് ശേഷം തലയിൽ ചന്ദനം തേച്ച് തരാം, കുളിക്കാൻ ബക്കറ്റും തളികയൊക്കെ തരാമെന്ന് പറഞ്ഞ് കുറേ പേര് വരും. അവർ ഫ്രീ ആണെന്നൊക്കെ ആദ്യം പറയും, പക്ഷേ അവസാനം വലിയ എമൗണ്ടൊക്കെ മേടിക്കാറുണ്ട്. സോ അങ്ങനെ പറ്റിക്കപ്പെടാൻ ഇടവരാതിരുന്നാൽ മതി. അതൊന്ന് സൂക്ഷിച്ചാൽ മതി. ഈ കാണുന്നതാണ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ബസലിക്ക എന്നറിയപ്പെടുന്നത്. ആരോഗ്യമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെ 1962 ജോൺ 23 മാർപ്പാപ്പ മൈനർ ബസലിക്കയായിട്ട് ഉയർത്തി. ഈ കാണുന്നതാണ് മോണിസ്റ്റർ ചർച്ച്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഇവിടെ മലയാളം കുർബാന കാണാൻ സാധിക്കും. 1000-ൽ പരം ആളുകൾ ഉൾക്കൊള്ളാനാകും വിധമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അൽത്താരയും ബലിയർപ്പണവും ഏതൊരു സൈഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മലയാളം മാസ് കൂടാതെ മറ്റ് സമയങ്ങളിൽ തമിഴും തെലുങ്കും ഹിന്ദിയിലുമൊക്കെ കുർബാനകളുണ്ട്. ഒമ്പത് മണിക്കത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പോകുന്ന കടലിലേക്കാണ്. തലേദിവസം തന്നെ നേർച്ച കാഴ്ചകളൊക്കെ നടത്തിയത് കൊണ്ട് കടലിൽ ചാടാൻ നല്ല പോലെ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. പള്ളിയുടെ അടുത്ത് നിന്ന് ഏറെക്കുറെ ഒരു 1 കിലോമീറ്ററിന് മണ്ടയിലുണ്ട് കടലിലേക്ക് ദൂരം. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ എല്ലാവരും തന്നെ കാഴ്ചകൾ കാണാനും കടലിൽ നീന്താനും ബീച്ചിലേക്ക് എത്താറുണ്ട്. കടൽ തീരത്തേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലും ഈ കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. നല്ല തിരക്കുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണിത്. ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപങ്ങളും തിരികളും അതുപോലുള്ള സുവനീറുകളും ഒക്കെ നമുക്ക് വാങ്ങാം. സാധാരണ ടൂറിസ്റ്റ് സെൻറ്ററുകളിൽ കാണുന്നത് പോലെ വലിയ വിലയൊന്നുമില്ല ഇവിടെ. നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷേ കടലിൽ നീന്താനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ തന്നെ കയ്യിൽ കരുതുന്നത് നല്ലത്. കാരണം ഇവിടെ കിട്ടുന്ന ഡ്രസ്സൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ലെങ്കിൽ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനും ഒരു രസം തന്നെയാണ്. ഈ കടലിലേക്ക് പോകുന്ന വഴിക്കും നമുക്ക് തല മുട്ടയടിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടാറ്റു സെൻറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഇവിടെയൊന്നും അധികം ആളുകളെയൊന്നും കണ്ടില്ല. കാരണം ഇവിടെയൊക്കെ ടാറ്റു ചെയ്യുന്നത് അത്ര സേഫാണോ എന്നൊന്നും അറിയില്ല. കടത്തീരത്തേക്ക് ചെല്ലുമ്പോൾ കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഗൺ ഷൂട്ടിങ്, ബോൾ ത്രോ, പിന്നെ കുട്ടികൾക്കുള്ള ഫൺ ആക്ടിവിറ്റീസ്, അങ്ങനെ പലതും. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചാണിത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് എത്താറുള്ളത്. ഇത് പണ്ട് റോമും ഗ്രീസും ഒക്കെയായി വ്യാപാരം നടത്തിയിരുന്ന തിരക്കേറിയൊരു തുറമുഖമായിരുന്നു. പിന്നെ പലതരം മീനുകളും ഞണ്ടും കണവയും ഒക്കെ വിൽക്കുന്ന നിരവധി സീ ഫുഡ് സ്റ്റോൾസ് ഇവിടെ ഉണ്ട്. ഈ തീരത്ത് മീൻ പിടിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. എന്നാൽ ഈ ഇരിക്കുന്ന മീനുകളൊക്കെ കടൽ മീനാണെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ആവേലി എന്ന് പറഞ്ഞ്
തന്നത് ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന നട്ടർ മീനായിരുന്നു. ഇവിടെയും ബാർഗെയിൻ ചെയ്താൽ മീനിൻ്റെ വിലയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഇവിടെ വരുന്നവർ എന്താണെങ്കിലും ഒരു മീനൊക്കെ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ വേളാങ്കണ്ണി ട്രിപ്പ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.